ഈ വീഡിയോയിലെ കൃഷിഭവനിൽ നമുക്ക് സബ്സിഡി നിരക്കിൽ കിട്ടിയ കാര്യങ്ങൾ കാണിച്ചു തരാട്ടോ ഞാൻ. ഇപ്പോൾ ഈ ഒരു മെസ്സേജ് കണ്ടു നിങ്ങൾ, നമ്മുടെ കൃഷിഭവൻ്റെ ഗ്രൂപ്പിൽ വരുന്നതാണ്. അതായത് തെങ്ങ്, കവുങ്ങ് ഇത്ര എണ്ണമെങ്കിലും ഉള്ളവർക്ക് ഡോളോമൈറ്റ് എത്തിയിട്ടുണ്ട്, നമ്മുടെ നികുതി അടച്ച കോപ്പി കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമുക്കത് കാണാം. അപ്പം നമ്മൾ നികുതി അടച്ച രസീത് കൊണ്ടുപോയി അവർ കുറച്ച് ചെക്ക് ചെയ്തു കൂട്ടാ. ആ രസീത് വെച്ചിട്ട് അവർ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് തന്നത്. എത്ര സെൻറ്റ് ഉണ്ട്, പിന്നെ ആ സെൻറ്റിൽ എത്ര കവുങ്ങോ അല്ലെങ്കിൽ തെങ്ങോ ഉണ്ടാവുമെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് തന്നത്. അപ്പം ഞാൻ പറയാൻ കാരണം, ഇത് സബ്സിഡി നിരക്കിൽ കിട്ടിയ ഡോളമൈറ്റാണ്. നമ്മൾ ഡോളമൈറ്റിൻ്റെ വീഡിയോ ഒരെണ്ണം അതായത് എല്ലാ അഗ്രബസാറിന്ന് വാങ്ങിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃഷിഭവനിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ പോയി വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് 10 കിലോനാണ് നമുക്ക് തന്നത്. അതായത് ഇത്ര തെങ്ങിന് ഇത്ര കണക്കുന്നുണ്ട് അത് വാങ്ങിച്ചത്. ഇതിന് നമുക്ക് ആകെ വന്ന പൈസ ഉണ്ടല്ലോ, ഇതിന് 20 രൂപയാണ് നമ്മുടെ നിന്ന് വാങ്ങിച്ചത്. നിങ്ങളൊന്ന് നോക്കി എത്ര ലാഭം കൃഷിഭവനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനത്തെ മെസ്സേജുകൾ കാണുമ്പോൾ നമ്മൾ അവഗണിക്കരുത്. പറ്റാവുന്നവരൊക്കെ നമ്മൾ കൃഷിഭവനിൽ പോയിട്ട് വാങ്ങിക്കണം. ഇപ്പോൾ തെങ്ങും കവുങ്ങും ഇല്ലെങ്കിൽ നമുക്ക് വിഷമിക്കേണ്ട, വേറെ പല പദ്ധതികളും കൃഷിഭവനിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഗ്രൂപ്പിൽ അംഗങ്ങളാവുകയാണ് വേണ്ടത്. പുറത്തെ വളക്കടയേക്കാളും കുറവിലാണ് നമ്മൾ അഗ്രോ ബസാറിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ അതിനേക്കാളും ഇപ്പോൾ 10 കിലോന് നമ്മുടെ 20 രൂപ മേടിക്കുമ്പോൾ ഒരു കിലോന് 2 രൂപയല്ലേ മേടിച്ചിട്ടുള്ളൂ. ഇത് ഞാൻ കണ്ടില്ല. ഇതുമ്മ വെള്ളിച്ച മറ്റേ മില്ലിബഗ് വന്നിട്ട് മരുന്നടിക്കണം. ഈ പേര കാണിക്കണം എന്താണെന്ന് വെച്ചാൽ, ഇത് കൃഷിഭവനിൽ നിന്ന് ഒരു 4 മാസം മുമ്പ്, ടാഗൊക്കെ ഉണ്ട്, 4 മാസം മുമ്പ് ഇങ്ങനെ മരങ്ങളും പച്ചക്കറി വിതകളൊക്കെ കൊടുക്കുന്നുണ്ട്, ഫ്രൂട്ട്സുകളൊക്കെ. അപ്പോൾ ഞാൻ അവസാനം അറിഞ്ഞ് പോയപ്പോൾ പേരത്തൈ വാങ്ങിച്ചതാണ്. അതിൻ്റെ ഒപ്പം 2 പേരത്തൈ ഞാൻ മേടിച്ചു കൊണ്ട്. ഇതിന് കേടില്ല കേട്ടോ, അത് ഞാൻ അത്ര ശ്രദ്ധ എത്തിയിട്ടില്ല. ഇതിൻ്റെ ഇലയ്ക്ക് എന്തൊരു ഇതുണ്ട്. അപ്പോൾ ആ ഇല നമുക്ക് മൂത്ത ഇല പോലത്തെ കളയാം. അപ്പോൾ ഇതും അന്ന് മേടിച്ചതിനൊക്കെ അന്ന് 15 രൂപ ഒക്കെയാണ് ആയിട്ടുള്ളൂ. അതുപോലെ നായൂർജാക്ക് 20 രൂപയാണ്. ഇതിനവിടെ എല്ലാ ലിസ്റ്റ് വെച്ചിട്ടുണ്ടാവും, എന്തൊക്കെ ഫ്രൂട്ട്സിന് എന്തൊക്കെയാണ്. ഞാൻ ചെല്ലുമ്പോൾ റംബുട്ടാനൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു മാവും തെയ്യും. ഇതിന് കാനലുണ്ട് കുറച്ച്. അപ്പോൾ അതുകൊണ്ട് ആ പ്ലാവ് നല്ല വെയിലുള്ളിടത്ത്, അതുകൊണ്ട് നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരുടെ കൃഷിഭവനിലും ഉണ്ടാവും ഇതുപോലെ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് പറ്റാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. പച്ചക്കറി തൈകളും വരാറുണ്ട്. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സിൻ്റെ ഇത് കാര്യം കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഡോളമൈറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 2 രൂപയ്ക്കാണ് നമുക്ക് കൃഷിഭവൻ വഴി ഡോളമൈറ്റ് തെങ്ങുള്ളവർക്കും കഴുകുള്ളവർക്കും കൊടുക്കണം. അപ്പോൾ അതൊന്ന് മിസ്സാക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ട്ടാ.